ഇതൊക്കെ അഗ്ലോണിമേൽ പെട്ടതാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ ചെടിയൊക്കെ വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓക്സിജൻ കൂടുതൽ കിട്ടും അല്ലേ? വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ഒരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓക്കെ രീതിയിലുള്ളതാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആള് ഞെക്കി നോക്കൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഒരു വീട് നിങ്ങളങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള ഈ ഗാർഡനിങ് ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ നാട്ടിലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതെ, ഫ്ലോറ ഫ്യൂഷൻ ഹബ് കീശേരിയിലാണ് സ്ഥാപനം. നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ വീടിനെ ഒന്ന് മോടി പിടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ വീട്ടിൽ മൊത്തത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ കീശേരിയിലേക്ക് വരിക. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റുകളുണ്ട്. ആദ്യം ഇതൊക്കെയും ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞാനിവിടെ വന്നിട്ട് എനിക്ക് വളരെ സർപ്രൈസ് ആയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ട്. ഇവിടെ കാണുന്നത് ഞാൻ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് ചോദിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ അവർ തൊടല്ലി എന്ന് പറയുന്നു. കാരണം എന്താ അറിയോ, ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് എന്തൊക്കെ ഐറ്റംസ് ആണിത്? എന്താണ്? കാറ്റസ്. ഓക്കെ, വളരെ വെറൈറ്റി ആയിട്ടുള്ള കാറ്റസ് കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെയും. വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ഒരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ചിലപ്പോൾ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ എവിടെ നിന്ന് ഈ ഒരു കളക്ഷൻ കിട്ടും എന്ന കാര്യത്തിൽ ഏതാണ്? സ്നേക്ക് പ്ലാന്റ്. ഓക്കെ, അങ്ങനെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഇത് എവിടെ നിന്നാണ് ആക്ച്വലി ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ഇവിടെ എത്തുന്നത്? യു പി. അതർ സ്റ്റേറ്റിൽ നിന്നാണ് അല്ലേ? അപ്പോൾ പിന്നെ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന നമുക്ക് പലപ്പോഴും നമുക്കറിയാം നമുക്ക് എവിടെ നിന്നാണ് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ളത് കിട്ടുക എന്നുള്ളത് പല ആളുകളും അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ നാട്ടിലേക്ക് വരാം, ധൈര്യത്തിൽ വരാം, എൻ്റെ പേര് പറയാം. നിങ്ങൾക്ക് സാധാരണത്തിൽ കവിഞ്ഞ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിപ്പോൾ പിന്നെ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇൻഡോർ ഐറ്റംസ് തന്നെയാണ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഇൻഡോർ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടോ? മെയിൻ്റെനൻസ് ഉള്ള ചെടികളുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഓക്സിജൻ തരുന്ന ചെടികളാണിത്. ഇതൊക്കെ അഗ്ലോണിമേൽ പെട്ടതാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ ചെടിയൊക്കെ വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓക്സിജൻ കൂടുതൽ കിട്ടും അല്ലേ? ഏതാണ് ഇത്? നമ്മൾ ഔട്ട്ഡോറും ചെയ്യാറില്ലേ? ഔട്ട്ഡോർ ചെയ്യാം, പക്ഷെ അതിൽ അധികം വെള്ളം പറ്റില്ല. വെള്ളം പറ്റില്ല. സൈഡിന്റെ അടിയിലൊക്കെ ആണെങ്കിൽ പറ്റും. ഓക്കെ ഓക്കെ, ചെറിയ വെയിലൊക്കെ പറ്റും. പിന്നെ നിങ്ങളുടെ അടുത്ത് പിന്നെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ടോ? വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ പറഞ്ഞാല് ഫൈക്കസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. സ്റ്റാർ കേസിന്റെ ഒക്കെ അവിടെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഓക്കെ, ഇതിൽ പെട്ട് ചൈനാഡോൾ പറഞ്ഞ ചെടിയാണിത്. ഏതാണ്? ചൈനാഡോൾ. ഓക്കെ, ആർട്ടിഫിഷ്യലിനെ വെല്ലുന്ന രീതിയിലുള്ളതാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആള് ഞെക്കി നോക്കൂ അല്ലേ? ഓക്കെ ഓക്കെ. ശരിക്കും നിങ്ങളിപ്പോ ഇത് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഒരു വീട് നിങ്ങളങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള ഈ ഗാർഡനിങ് ഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ വേണ്ടി വന്നാലും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടിയെ കുറിച്ചുള്ള ടെൻഷൻ ഇപ്പോൾ പലപ്പോഴും വീട് നമുക്കറിയാം, ഈ കൊറോണ ടൈമിലൊക്കെ പല ആളുകളും ചെടിയിലേക്ക് പോയിരുന്നു. അത് ഇൻഡോർ അല്ലായിരുന്നു, ഔട്ട്ഡോർ ചെടികളൊക്കെ ആളുകൾ ഭയങ്കര ഉഷാറാക്കിയിരുന്നു. ഇപ്പോൾ പിന്നെ ഈ ഒരു ട്രെൻഡ് ഇപ്പോഴാണ് വന്നത്, ഇൻഡോറിലേക്ക് കൂടുതലായിട്ട് ആളുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ നമുക്കറിയാം മെയിൻ്റെനൻസ് കൂടുതലാണ് അല്ലേ? യെസ് യെസ് യെസ്. അപ്പോൾ ഇത് വളരെ പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇത് മൊത്തത്തിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ. ശരിക്കും ഇപ്പോൾ ഈ ഒരു പിന്നെ ചെടികൾ നമ്മൾ ഇൻഡോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? അതായത് പിന്നെ മെയിൻ്റെനൻസിന് ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതാണ്. കാര്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അധികം ചീസിലൊക്കെ വരുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ സാഫ് പോലത്തെ ഫംഗസിന് അടിക്കണം അടിച്ചു കൊടുക്കുക.
ഇപ്പൊ പിന്നെ ഇൻഡോർ ചെടികൾക്ക് പൊതുവെ ഫംഗസുകൾ കുറവല്ല ഉണ്ടാവുക ശരിക്ക്? ഫംഗസ് പെട്ടെന്ന് ചീച്ചിൽ വരും. നമ്മൾ അധികം വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ അധികം ചീച്ചിൽ വരും അല്ലേ? അപ്പോൾ നമ്മളത് വെള്ളം വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം അല്ലേ? അത് കലാത്തിയ ഐറ്റംസ്, സിങ്കോണിയാണ് ഈ ഐറ്റംസ്. ഓക്കെ, പിന്നെ മണി പ്ലാന്റ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ നമ്മള് പിന്നെ ഈ മണി പ്ലാന്റ് പോലത്തെ ചെടികളുടെ പേര് ശരിക്കും എനിക്കൊക്കെ അറിയുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, എന്തായാലും വളരെ പിന്നെ എന്താ പറയുക, ഒരു വീട്ടിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വീട് എന്നുള്ളതല്ല ഓഫീസുകളായാലും എന്തായാലും നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ പറ്റിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചെടികളാണ് ഈ ഒരു നമ്മുടെ കീശേരിയിലുള്ള ഈ ഒരു ഷോപ്പിലുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിനൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഓക്കെ ഓക്കെ, ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അല്ലേ? ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇതാണ് ഈ ഒരു ഷോപ്പിന്റെ പിന്നെ മുതലാളി, നമ്മുടെ സുഹൃത്താണ്. സ്കൂളിലും മദ്രസയിലൊക്കെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ മാത്രമല്ല, പിന്നെ നിങ്ങൾ എവിടെയൊക്കെയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് പിന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു വീട് ഇപ്പോൾ നമുക്കറിയാം ഹൗസ് വാമിംഗ് ആവുന്ന സമയത്ത് അവരൊന്ന് മോടി പിടിപ്പിക്കണം അല്ലെങ്കിൽ ഉഷാറാക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എവിടെയായാലും നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? എവിടെയും കൊടുക്കും, ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണെന്നുള്ളത് പ്രശ്നമില്ല. കേരളത്തിൽ എവിടെയായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാത്ത റേറ്റിന് നിങ്ങൾക്ക് ഇവിടെ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, വളരെ യുണീക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ റേറ്റ് കുറഞ്ഞിട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ, പിന്നെ ചെടികൾ മാത്രമല്ല സ്റ്റോണുകളായിട്ടും മറ്റത് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അല്ലേ? സെറാമിക് പോട്ട് ഉണ്ട്, പോട്ടുകൾ ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം വീട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പിന്നെ വെറൈറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, പലപ്പോഴും ആർട്ടിഫിഷ്യൽ ചെടികളിലേക്ക് ആളുകൾ പോകാറുണ്ടായിരുന്നു. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഇനി മെയിൻ്റനൻസ് ആലോചിച്ച് നിങ്ങൾ തലവേദനയാവേണ്ട, മെയിൻ്റനൻസ് നിങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ശരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടായിരിക്കും വന്നിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം? നമ്മൾ തന്നെ കാര്യമായിട്ട് ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ വെള്ളം ഒഴിക്കുക. നമ്മൾ എന്താ പറഞ്ഞാൽ ഇൻഡോർ ഐറ്റം ചെടികൾ ഓരോ ആളുകളും വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഫസ്റ്റ് ടൈമിൽ കൂടുതൽ ഒഴിക്കും, പിന്നെ 2 ദിവസം 3 ദിവസം വെള്ളം ഒഴിക്കൂല. അപ്പൊ തളർന്ന് നിൽക്കുന്ന സമയത്ത് കൂടുതൽ പിന്നെ ഒഴിക്കും. അങ്ങനെ ആവുമ്പോൾ ചെടി പെട്ടെന്ന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. എന്നും ഡെയിലി ഒരു 1/2 ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് എന്നും ഒഴിച്ചു കൊടുക്കുക. അതായത് മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. ആ സമയത്ത് കൊടുക്കുക, അല്ലാതെ പല സമയത്ത് പിന്നെ ഒരു സമയത്ത് നമ്മൾ ജാസ്തിയായിട്ട് കൊടുക്കുമ്പോൾ അത് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിലിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ചെടികളൊക്കെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥക്ക് പറ്റുന്നതാണ്, നമ്മളെ കാലാവസ്ഥക്ക് പറ്റുന്നതാണ്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും പറയാനില്ല അതിപ്പോ നമ്മുടെ കേരളത്തിൽ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കാലാവസ്ഥക്ക് പറ്റാത്തതാണ് എന്നൊക്കെ പറയാനില്ല. അത്തരത്തിലുള്ള ഇതിപ്പോ ഒരു മാസമായി ഇപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാൻഡിന്മേൽ ഇട്ടിട്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും വന്നില്ല. കെയറിംഗ് ആണ്, നമ്മൾ അതിനനുസരിച്ച് അതിനെ റെഡിയാക്കി കൊണ്ടുപോവുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാം. അങ്ങനെ ആവുമ്പോൾ ആർട്ടിഫിഷ്യലിന് പകരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ വെക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മുടെ കീശേരിയിൽ ഇത്തരമൊരു സ്ഥാപനം കൊണ്ടെത്തിച്ച സുബൈർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട് ഏത് രീതിയിലാക്കണമെന്നുള്ളത് നിങ്ങൾ വീട് ജസ്റ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി. അവിടെ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ലാൻഡ്സ്കേപ്പ് അടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ലാൻഡ്സ്കേപ്പ് പറഞ്ഞാല് നമ്മള് ഏത് ഗ്രാസ് പുല്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതിൽ എക്സ്പേർട്ടുകളാണ്. കാരണം എനിക്കറിയാം, എൻ്റെ നാട്ടിലുള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് A to Z കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇവരിതിൽ എക്സ്പേർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ സമീപിക്കാവുന്നതാണ്. ലാൻഡ്സ്കേപ്പിംഗ് അടക്കം നിങ്ങളുടെ വീട് എങ്ങനെ അട്രാക്റ്റീവ് ആക്കണമെന്നും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് വൈബ് വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കണമെന്നും സുബൈറിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടും ഒന്ന്
അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പല ആളുകളും വലിയ വീട് വെക്കുക എന്നുള്ളതല്ല, ചെറിയ വീടാണെങ്കിലും നല്ല രീതിയിൽ അലങ്കാരമാക്കി വെക്കുക. പിന്നെ നമുക്ക് ആ സെറാമിക് ചട്ടികളിലേക്ക് ഒന്ന് പോവാം അല്ലെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള സെറാമിക് ചട്ടികളുണ്ട് ഇവിടെ അല്ലെ. നിങ്ങളിവിടെ ഓർഡർ അനുസരിച്ച് എത്ര വേണമെങ്കിലും ആളുകൾക്ക് ചെയ്തു കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ പറയാം, കീശ്ശേരി കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന്, കൊണ്ടോട്ടി അരീക്കോട് റോഡില് കീശ്ശേരി അങ്ങാടിയിൽ നിന്ന് 200 മീറ്ററോളം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ എന്താ പറയാ ശരിക്ക് ബാലത്തിൽ പ്രായ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും, ആരും പറഞ്ഞു തരും നിങ്ങൾക്ക്. ഫ്ലോറ ഫ്യൂഷൻ ഹബ്ബ്. നിങ്ങളുടെ വീട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ സുബൈറിന്റെ ഒഫീഷ്യൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും എനിവേ നമ്മുടെ ചാനലിൽ നമ്മുടെ നാട്ടിലെ സ്ഥാപനം ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ബിസിനസ് നല്ല രീതിയിൽ പോവട്ടെ. നമ്മുടെ ആവശ്യക്കാർ ന്യൂ ഫോക്കസ് TV കണ്ടിട്ട് വരുന്ന ആവശ്യക്കാരുണ്ടാവും, നമ്മുടെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്കെല്ലാവർക്കും നല്ല റേറ്റിന് നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ നല്ലത് ഏത്, ഇതിന്റെ ഓരോ സംഗതികളും നിങ്ങൾ പറഞ്ഞു കൊടുത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ വളരട്ടെ. ഇനിയും ബിസിനസ് ഉഷാറാവട്ടെ. ഓക്കെ.